ഒരുപാട് അനുഭവങ്ങൾ ഒറ്റ ദിവസം തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ പറയുന്നത്. ഈയിടെ സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബാക്കി വീട്ടിലൊരു വിശേഷം പറയാം. ഞങ്ങൾ കണ്ണംകുളങ്ങര മോനപ്പള്ളി അടുത്ത് മന്ത്ര അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് ആ വാടക വീട് മാറാം, കുറച്ച് ബെറ്റർ വീട്ടിലേക്കൊക്കെ മാറാം. അപ്പോൾ സാമ്പത്തികമൊക്കെ വന്നു തുടങ്ങിയല്ലോ. അങ്ങനെ പുതിയകാവ് വളവിൽ ഒരു പണയത്തിനൊരു വീട്, ചേട്ടനും അമ്മയും ഞാനും ഒക്കെ കൂടി. അപ്പോൾ എനിക്ക് മേളിലും താഴെ അമ്മയും ചേട്ടനും ഒക്കെ താഴെ, അമ്മാവനില്ല, അമ്മയും ചേട്ടനൊക്കെ ആയിട്ട് താഴെയും. അങ്ങനെ പുതിയകാവ് വളവിൽ വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറിക്കഴിഞ്ഞ് പിന്നെ ഈ എന്താ പറയുക, തടസ്സങ്ങളൊക്കെ വന്നു തുടങ്ങി. ഓരോരോ തടസ്സങ്ങളും, പിന്നെ നമ്മുടെ ശീലങ്ങൾ കൂടുകയും പല പല പ്രശ്നങ്ങൾ വരികയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ലാൽജു സാറിൻ്റെ ഒരു വിളി വന്നു. അത് വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഇതിനിടയ്ക്ക് വിട്ടുപോയതൊരു കാര്യം, എൻ്റെ ഇപ്പം അമ്മയ്ക്ക് സാരിയും ആഭരണമൊക്കെ എടുത്തു എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ആദ്യത്തെ നേട്ടം, അല്ലെങ്കിൽ ആദ്യമായി ഞാൻ എനിക്കെന്ന് പറഞ്ഞ് വാങ്ങുന്നത് ഒരു 2 വീലറാണ്, അപ്രില. ആ സമയത്ത് ഭയങ്കര അഭിപ്രായമുള്ളൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 80 രൂപ, 80,000 മേലെ വിലയുണ്ടായിരുന്നു അതിന് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ. ആ വണ്ടി CC ഇല്ലാതെ നേരെ എടുക്കുകയാണ്. പൈസ ഉണ്ട് കയ്യിൽ. അങ്ങനെ എടുത്തു. നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷനിലെ എൻ്റെ ഷെഡുണ്ടല്ലോ, വെയിറ്റിംഗ് ഷെഡ്, ആ മരച്ചോട്, അവിടെ വന്നിട്ട് ആദ്യത്തെ നേട്ടം, അവിടെ തമ്പുരാനുണ്ട്. ഞങ്ങളെ തമ്പുരാൻ പൂർണ്ണത്രേശൻ്റെ നോക്കിക്കൊണ്ട് തമ്പുരാൻ നിൽക്കുന്നുണ്ട്. ഈ തമ്പുരാൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് അവിടെ ഒരു ഫോട്ടോ എടുത്തു, കാണിച്ചു. ദേ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, നന്ദി എന്ന് ആ മരത്തിനോടും അതിൻ്റെ താഴെ നിൽക്കുന്ന തമ്പുരാനോടും പൂർണ്ണത്രേശനോടും ഒക്കെ പറഞ്ഞു. അങ്ങനെ ആ വണ്ടിയുണ്ട് ഈ പുതിയകാവിൽ താമസിക്കുമ്പോൾ. വെളിപാടിൻ്റെ പുസ്തകം ത്തിന് വിളിച്ചു, ഡേറ്റ് പറഞ്ഞു, അന്ന് പോകണം. അന്ന് വൈകുന്നേരം ഒരു 5:30 കണ്ട ട്രെയിനാണ്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയായിരുന്നാണ്. ഒരു ടീമും കഥ പറയാൻ വന്നു. അപ്പോൾ കഥ പറയാൻ വന്ന് ചെറുത് കഴിച്ച് ഇരുന്ന് സമയം വൈകി കഴിഞ്ഞാൽ ഈ യൂബർ ഇല്ല, അന്ന് യൂബർ വിളിയില്ല, ഓട്ടോറിക്ഷയേ ഉള്ളൂ, അല്ലെങ്കിൽ ടാക്സി വിളിക്കണം. എൻ്റെ ഒരു കാറില്ല. പിന്നെ ഉള്ളത് ഈ ബൈക്കാണ്. ഞാൻ നേരെ ഈ ബൈക്ക് മുതുകിൽ ബാഗൊക്കെ വെച്ച് ബൈക്കിൽ കയറി. അപ്പോൾ അമ്മ പറഞ്ഞു, ബൈക്കിനാണോ പോണേ എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞു. മറ്റേ സാധനകത്തുണ്ട്. അപ്പോൾ ധാർഷ്ട്യം കൂടുതലായി, പഴയതിനേക്കാളും കുറച്ചും കൂടി വീട്ടിലെ ധാർഷ്ട്യം കൂടി, കയ്യിൽ കാശും കൂടി വന്നല്ലോ. അപ്പോൾ ഈ സാധനം കൊണ്ടങ്ങ് പോയി. ഇത് മറ്റേ യമഹയുടെ പണ്ട് RX-100 ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ കുതിരയാണ്, ചാട്ടം, ഭയങ്കര ചാട്ടമാണ് ഈ വണ്ടിക്ക്. ഈ വണ്ടിയും കൊണ്ട് വെടിയുണ്ട പോണ പോലെ അങ്ങ് പോയി. തൃപ്പൂണിത്തുറ കയറിയിട്ട് ഞങ്ങളുടെ വോളിബോൾ കളിക്കുന്നൊരു സ്ഥലമുണ്ട്. അജയൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് തങ്കച്ചൻ ചേട്ടൻ്റെ പറമ്പാണ്, തങ്കച്ചേട്ടൻ്റെയും തമ്പിച്ചേട്ടൻ്റെയൊക്കെ പറമ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഈ അപ്രിലേയും കൊണ്ട് വന്നിട്ട്, എടാ ആരെങ്കിലും ഒന്ന് എൻ്റെ കൂടെ വാ, എനിക്ക് ട്രെയിനിന് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരാനായിട്ട്, അപ്പോൾ എല്ലാവരും കളിയിൽ ഇങ്ങനെ തീ പിടിച്ച് നിൽക്കുക. സാധാരണ ചന്തുവാണ് വരാറ്, അല്ലെങ്കിൽ വാവ, അല്ലെങ്കിൽ ജിജോ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് വരാറ്. അപ്പോൾ കുട്ടു, നമ്മുടെ ബാബുച്ചേട്ടൻ്റെ ആശുപത്രിപ്പടിയിലെ ചായക്കട പറഞ്ഞിരുന്നല്ലേ, ചായക്കടയിലെ ബാബുച്ചേട്ടൻ്റെ മോൻ കുട്ടൂസൻ വന്നു. ഞാൻ വരാൻ ചേട്ടാന്ന് പറഞ്ഞു വന്നു. കുട്ടൂസൻ നല്ല വെയിറ്റുള്ള ആളാണ്. അപ്പം ഞാൻ നേരെ പുറകോട്ടിരുന്നു. ഈ ഹെൽമെറ്റ് ഫ്രണ്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് എടുത്ത് അവൻ ഹെൽമെറ്റ് വെച്ചു, ഞാൻ പുറകിലിരിക്കുക. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണമെന്ന് പറയുന്ന നിയമം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പുറകിലിരുന്ന് നേരെ ഈ മിനി ബൈപ്പാസ് വഴി കുണ്ടന്നൂരിൽ നിന്ന് വയറ്റിലേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവൻ വയറ്റിലേക്ക് കട്ട് ചെയ്തിട്ടില്ല. കുണ്ടന്നൂർ കുറച്ചായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഭയങ്കര ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പതുക്കെ പോണേ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് വണ്ടി സൈഡാക്ക്, ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞു. ഇല്ല ചേട്ടാ, ഞാൻ ഓടിച്ചോളാം. ഇല്ല കുഴപ്പമില്ല, കുറച്ചും കൂടി സ്പീഡിൽ പോകണടാ, സമയമില്ല, വൈകിയിരിക്കുകയാണ്, 15 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. നേരെ ഞാൻ കയറിയിട്ട് ഞാൻ
അങ്ങോട്ട് ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. നല്ല വെടിയും തീയായിട്ട് ഈ വണ്ടി കൈ കൊടുത്താൽ മതി പറക്കും. അങ്ങനെ ഹോണടിച്ച് മറ്റേ ആംബുലൻസ് പോണ പോലെ പോയി എളംകുളം എളംകുളം പള്ളിയുടെ ആ ഭാഗം എത്തിയപ്പോൾ നമ്മുടെ അൺലോഡിങ്ങുകാരിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് അവിടെ അപ്പോൾ ഈ മെട്രോൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് റോഡൊക്കെ ഒന്ന് സെറ്റായി വന്നുള്ളൂ. അവിടുത്തെ നിയമങ്ങൾ, അതായത് ട്രാഫിക് പരിപാടികളൊക്കെ സെറ്റായി വന്നുള്ളൂ. അപ്പോൾ ഈ അവിടെ ഒരു U-ടേൺ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എനിക്കത് പിടുത്തമില്ല. ഞാൻ നേരെ സ്ട്രെയിറ്റ് വേറെ ഇനിയിപ്പോൾ വണ്ടിയൊന്നും വരാനില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരില്ലല്ലോ. സ്ട്രെയിറ്റ് പിടിച്ച് പോകുന്നിടത്ത് പെട്ടെന്നൊരു വണ്ടി, ഒരു ടെമ്പോ ആണെന്നാണ്, ഇതൊരു വണ്ടി ഇങ്ങനെ, അതായത് ആളുകൾ യാത്ര ചെയ്യുന്നതല്ല, ഈ ലോഡൊക്കെ കയറ്റുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. U-ടേൺ വന്നു. നേരെ ഞാൻ അതിലിടിക്കാതിരിക്കാൻ വേണ്ടി 2 ബ്രേക്കും കയറി അങ്ങ് പിടിച്ചു. ഞാൻ നേരെ മുഞ്ഞിയും കുത്തി പറന്ന് നേരെ മൂക്കും കുത്തി വീണു. അങ്ങനെയാണ് ഈ മൂക്കിൻ്റെ ഇവിടുത്തെ കുറച്ച് മാംസം അങ്ങ് പോയി. ഈ പല്ലിനും പരിക്ക് പറ്റി, ഇവിടെ നെറ്റി പരിക്കായി. ഭാഗ്യത്തിന് അവൻ മാറിയിരുന്നപ്പോൾ ഹെൽമറ്റോട് കൂടിയാണ് മാറിയിരുന്നത്. അവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അന്ന് തീർന്നേനെ. അല്ലെങ്കിൽ പോയി ഇടിച്ച്, അല്ലെങ്കിൽ ഞാൻ തീരേണ്ട ഒരു ഇടി ഉണ്ടായിരുന്നു. നേരെ മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഷാബുച്ചേട്ടനും അവരവരൊക്കെ വന്നു. വാർത്തയൊക്കെ ആയി. കമ്മട്ടിപ്പാടം ഫെയിം മണികണ്ഠനാചാരി ഗുരുതരമായി ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയൊക്കെ ആയി. ഒരുപാട് പേര് കാണാനൊക്കെ വന്നു. അങ്ങനെ ആ സിനിമ എനിക്ക് നഷ്ടപ്പെട്ടു. അത് വല്ലാത്തൊരു നഷ്ടമാണ്. എൻ്റെ നഷ്ടങ്ങളുടെ ആദ്യത്തെ, സിനിമയിൽ കയറിയിട്ട് ഞാൻ പതുക്കെ ഇറങ്ങാൻ തുടങ്ങിയത് ആ ആക്സിഡൻറ്റ് മുതലാണ്. ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ തിരക്ക്, അതായത് 3-4 പടങ്ങൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, 4 പടം ചെയ്യാൻ കിടക്കുന്നു, പിന്നെ ഒരു 5-6 പടം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും തിരക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വീഴ്ച വന്നത്. ഈ വീഴ്ച വന്ന് കാലൊടിയുകയും ഈ ഇങ്ങനെ മുഖത്തൊക്കെ അപകടം പറ്റി വീട്ടിൽ കൊണ്ടുവന്നു. ഒരു 5-6 മാസം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ വീട്ടിൽ നിന്നു. അപ്പോൾ മുകളിലാണ് എൻ്റെ റൂം. പക്ഷേ കാലൊടിഞ്ഞപ്പോൾ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നു. അമ്മ തന്നെ നോക്കേണ്ട ഇതാണ്. അങ്ങനെ ആ സമയത്ത് കുറേ സിനിമകൾ പോയി. ആക്സിഡൻ്റ് എല്ലാവരും അറിഞ്ഞു. കുറേ നമ്മളകത്തായി. വല്ലാത്തൊരു പഴയ അവസ്ഥകൾ വരാൻ തുടങ്ങി. അങ്ങനെ കാലൊക്കെ ഒടിഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ എന്നെ കാണാൻ വന്ന സിനിമാക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഫോണിൽ വിളിച്ചു. സണ്ണിയൊക്കെ വിളിച്ചിരുന്നു. കാണാൻ വന്നത് ജാഫ്രിക്കയാണ്. ജാഫ്രിക്കയായിട്ട് ഞാൻ അപ്പോൾ സിനിമയും ചെയ്തിട്ടില്ല. പക്ഷേ ജാഫ്രിക്കയായിട്ട് മൂവാറ്റുപുഴയിൽ നമ്മുടെ അബീക്ക കോർഡിനേറ്റ് ചെയ്ത കലാഭവൻ, അദ്ദേഹത്തിൻ്റെ പേര്, ഒരു ആർട്ടിസ്റ്റ് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടത്തി. അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്, അതായത് സിനിമാ നടനായിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാം മൂവാറ്റുപുഴയിൽ. അന്ന് ദിലീപേട്ടനാണ് അവിടുത്തെ മെയിൻ ഗസ്റ്റ്. ബാക്കി എല്ലാവരും ഉണ്ട്. മിമിക്രിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ നടന്മാരും വന്നിട്ടുണ്ട്. ജയസൂര്യ, പിഷാരടി, അങ്ങനെ എല്ലാവരും, ധർമ്മജൻ ചേട്ടൻ, അങ്ങനെ വരാവുന്ന എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് എന്നെയും അബീക്കക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കമ്മട്ടിപ്പാടം കഴിഞ്ഞ് എന്നെ നേരിട്ട് വിളിച്ച ഒരാളാണ്. അതേപോലെ നേരിട്ട് വിളിച്ച, ഫോണിൽ വിളിച്ച് ഒരുപാട് സ്നേഹം പങ്കുവെച്ച ഒരാളാണ് ബാലഭാസ്കർ, മരണപ്പെട്ട. അപ്പോൾ അങ്ങനെ മൂവാറ്റുപുഴ പരിപാടിയിൽ പോയിട്ട് എന്നെ വിളിച്ചു, ഇങ്ങനെ പരിചയപ്പെടുത്തി വിളിച്ചു. അത് ഞാൻ പെർഫോം ചെയ്തു, പാട്ട് പാടി, ഈ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. മാർച്ച് മാസം 6-ാം തീയതിയാണ് 2016 കലാഭവൻ മണിച്ചേട്ടൻ നമ്മളെ വിട്ടു പോകുന്നത്. 2016 മെയ് മാസം 20-ാം തീയതിയാണ് ഞാൻ സ്ക്രീനിൽ അവതരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു കൂട്ടിവായന ഉണ്ടായിരുന്നു. മണിച്ചേട്ടനെ പോലെ തന്നെ വളർന്നു വന്ന കലാകാരൻ, അല്ലെങ്കിൽ കലാഭവൻ മണിയുടെ പിന്മുറക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കാൻ സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് യോഗ്യനാണെന്ന് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഈ മൂവാറ്റുപുഴ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടി ആളുകളുടെ ഇടയിലേക്ക് വന്നപ്പോൾ
ആ കുട്ടി വായനയ്ക്ക് കുറച്ചും കൂടി കരുത്തായി, മണിച്ചേട്ടനെ പോലെ ചെയ്യുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തുള്ള പോസ്റ്റുകളിലൊക്കെ, ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ആളുകൾക്കൊക്കെ അങ്ങനെ മണിച്ചേട്ടന് കിട്ടിയിരുന്ന സ്നേഹവും കൂടി നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ജാഫർ ഖാനെ നേരിട്ട് കാണുന്നതും ജാഫർക്കായിട്ട് സംസാരിക്കുന്നതും. അതല്ലാതെ ജാഫർക്കായിട്ട് ഒരു സിനിമ ചെയ്തിട്ടില്ല. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. ഈ സമയത്ത് ഹൈദരാലി, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ, ഇത് എൻ്റെ കമ്മട്ടിപ്പാടം മുതൽ ഉള്ളൊരു മീഡിയ സുഹൃത്താണ് ഹൈദരാലി. അപ്പോൾ ഹൈദരാലിക്കും ജാഫർക്കയും കൂടി വീട്ടിലേക്ക് വന്നു. ഇവരാണ് ഒരു സിനിമാ മേഖലയിൽ നിന്ന് എന്നെ ആ സമയത്ത് കാണാൻ വന്ന 2 പേര്. അത് ഒരു നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്താണ് ജാഫർഖാൻ. അപ്പോൾ എനിക്ക് സ്റ്റിച്ചുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചുണ്ട്. അപ്പോൾ ചിരിക്കാൻ പാടില്ല, വാ തുറന്ന് വർത്താനം പറയാൻ പറ്റില്ല. ഈ ജാഫർക്ക വന്നിട്ട് അവിടെ ഇരുന്നൊരു കഥ അങ്ങ് പറഞ്ഞു. കഥ വന്നിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി എന്നിട്ട് പുള്ളി ചിരിക്കരുത് ചിരിച്ചാൽ സ്റ്റിച്ച് പൊട്ടും, ചിരിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് അടുത്ത കഥ പറയും. ഇങ്ങനെ വന്ന് നമ്മളൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പോയൊരു മനുഷ്യനാണ് ജാഫർ ഇടുക്കി. പിന്നെ ആ വീട്ടിൽ പിന്നെ അങ്ങോട്ട് ഒരു ദുരിതം പിടിച്ചൊരു ജീവിതമായിരുന്നു. ഒരു വല്ലാത്തൊരു വീടായിരുന്നു അത്. മൊത്തത്തിൽ കയറി തന്നെ ഒരു അബദ്ധം എന്നുള്ള നിലയിൽ, നമ്മൾ ഈ പ്രപഞ്ചം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് പറയണത്. മൊത്തത്തിൽ നെഗറ്റീവ്സാണ്. അത് ആ വീടിൻ്റെ കുഴപ്പമോ എൻ്റെ കുഴപ്പമോ ആരുടെ കുഴപ്പമോ. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ കാലിൻ്റെ പ്ലാസ്റ്ററൊക്കെ വെട്ടി. പിന്നെ വീട്ടിൽ മുകളിൽ ഫ്രീ ആണല്ലോ, കൂട്ടുകാർ വരും, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് സാധനം വാങ്ങിച്ച് ഇരുന്ന് അടിക്കുകയൊക്കെ ചെയ്ത് വീട്ടിൽ തർക്കവും ബഹളവും. പിന്നെ ചേട്ടനും അമ്മയും അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു. വീണ്ടും ഈ വീട് വിടുകയാണ്. അവർ വീണ്ടും ആ പഴയ വീട്ടിൽ തന്നെ വാടകയ്ക്ക് പോകുന്നു. അതൊരു വലിയ ക്ഷീണമായി, വലിയൊരു നാണക്കേടുമായി. കാരണം വലിയ കാര്യത്തിന് പണയത്തിന് വീടൊക്കെ എടുത്ത് ഒരുമിച്ച് വന്നിട്ട് വീണ്ടും ഇത് തന്നെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ പ്രശ്നം എന്താണ്? ദാരിദ്ര്യമാണോ? സിനിമാക്കാരനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നല്ലോ, അതായല്ലോ. നമുക്കിപ്പോൾ ഒരു അഡ്രസ്സായല്ലോ, എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, കയ്യിൽ പൈസ ഉണ്ടല്ലോ. പിന്നെ എന്താ എൻ്റെ പ്രശ്നം? എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി എന്ന് ഞാൻ പിന്നെയും മനസ്സിലാക്കാൻ തുടങ്ങി. ഇതെങ്ങനെ തിരിച്ചു പിടിക്കാം, മദ്യപാനം എങ്ങനെ നിർത്താം എന്നുള്ള ശ്രമം. പക്ഷേ പലപ്പോഴും നിർത്തും. ആ നിർത്തിയതിനേക്കാൾ സ്പീഡിൽ തുടങ്ങുന്നത് ഇരട്ടിയായിട്ട് തുടങ്ങും. അങ്ങനെ പുതിയകാവിലെ വീട് വിട്ടു. ഞാൻ ഇവിടെ SN ജംഗ്ഷനിൽ, തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിൽ റോയൽ ഗാർഡൻ്റെ ഒരു ഫ്ലാറ്റ് നോക്കുന്നു. അവിടെ 10,000 രൂപ വാടകയ്ക്ക്. തൽക്കാലം ഇപ്പം അമ്മയും ചേട്ടനും പോയടത്തേക്ക് രണ്ടാമത് പോകാൻ പറ്റില്ല. അവിടേക്ക് പോകാനുള്ള ഒരു നടക്കേട് പ്രശ്നമുണ്ട്. ഒരു ഫ്ലാറ്റ് നോക്കി. ഇവരാണെങ്കിൽ നമ്മുടെ കൂടെ പിന്നെ വരുന്നില്ല. കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയിട്ട് ക്ഷമ പറഞ്ഞിട്ടൊന്നും, കാരണം ഇത്രയൊക്കെ ആയിട്ടും പിന്നെയും ഈ പറഞ്ഞ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പണ്ട് നിനക്ക് ഒന്നും ആവാത്തതിൻ്റെ സങ്കടവും ദേഷ്യമൊക്കെ ഞങ്ങളോട് തീർത്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പം എന്താ പ്രശ്നം എന്നുള്ളത് അവർക്ക് മനസ്സിലാവാനുള്ള. അപ്പോൾ അവരങ്ങനെ വഴക്കിട്ട് മാറി. ഞാൻ ഫ്ലാറ്റ് SN ജംഗ്ഷനിൽ റോയൽ ഗാർഡൻ എന്ന് പറയുന്നൊരു ഫ്ലാറ്റിലേക്ക് ജീവിതം മാറുന്നു. അപ്പോൾ പിന്നെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നന്നാവാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഈടെ എന്ന് പറയുന്ന സിനിമ വരുന്നു. B. അജിത് കുമാർ, കമ്മട്ടിപ്പാടം സിനിമയുടെ എഡിറ്റർ. അജിത്തേട്ടനായിട്ട് ഭയങ്കര സൗഹൃദം. രാജീവേട്ടനെ പോലെ തന്നെ, രാജീവേൻ്റെ അത്രയും പോലും അജിത്തേട്ടൻ അങ്ങനെ ഭയങ്കര എല്ലാവരോട് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷേ നമ്മളോടൊക്കെ, എന്നോട് ഭയങ്കര കാര്യമാണ് ഇപ്പോഴും. ഭയങ്കര അജിത്തേട്ടൻ്റെയും മധുച്ചേട്ടൻ്റെയും രാജീവേട്ടൻ്റെയൊക്കെ ഒരു പെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതേപോലെയാണ് എനിക്ക് അവരും. അപ്പോൾ അജിത്തേട്ടൻ്റെ പടത്തിൽ ഈ പറഞ്ഞ ഷെയ്ൻ നിഗമാണ് അബീക്കയുടെ മോൻ. ഷെയ്നാണ് നായകൻ. നിമിഷയുടെ രണ്ടാമത്തെ സിനിമ, ശരിക്കും ആദ്യത്തെ സിനിമയാണ് എന്ന് തോന്നുന്നു.
തൊണ്ടി മുതലാണോ ഈടെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നിമിഷ എനിക്ക് അതിഥി കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയ ഒരു അനിയത്തിയാണ് നിമിഷ. ഇതേപോലെ തന്നെ നിമിഷേനെയും നമ്മുടെ ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. ആരെങ്കിലും പുതിയ ആൾക്കാരെ കിട്ടിയാൽ കൊല വിളിക്കും, അവരെ പഠിപ്പിക്കല പരിപാടി. നമ്മൾ പഠിക്കാൻ കിടക്കുക, നമ്മളിപ്പോഴും ഇനി പഠിക്കാൻ കിടക്കണു. അപ്പോൾ അങ്ങനെ ഈടെ സിനിമയിലെ കഥാപാത്രം ഉപേന്ദ്രൻ കമ്മട്ടിപ്പാടം ബാലൻ തന്നെയാണ്. ബാലൻ്റെ പരിപാടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഉപേന്ദ്രൻ അത് പ്രസൻറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഉപേന്ദ്രൻ അമ്പലവാസിയാണ്, സ്വയം സേവകനാണ്, BJP അല്ലെങ്കിൽ RSS അതൊക്കെ ആയിട്ട് ഉള്ള ഒരാളാണ്. അയാളുടെ സൗമ്യമായ പെരുമാറ്റം, നല്ല വാക്കുകൾ, ചിരിച്ച മുഖം. പക്ഷേ വെട്ടലും കുത്തലും ബോംബെറിയലും കൊല്ലലും ഒക്കെ ഉണ്ട്. പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മറ്റൊരാൾ. ബാലൻ ഓപ്പൺ ആണെങ്കിൽ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ, കൂലിത്തല്ല് തന്നെ. പക്ഷേ അതിൻ്റെ അവതരണ ശൈലി വ്യത്യാസമാണ്. അപ്പോൾ അതൊരു ആക്ടറെ സംബന്ധിച്ച് പിന്നെ ഒരു ചലഞ്ചിങ് ആയിട്ട് കിട്ടിയൊരു ക്യാരക്ടർ ഉപേന്ദ്രനാണ്. ഉപേന്ദ്രന് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പകാലങ്ങളിലൊക്കെ എനിക്ക് ഈ ഗിരിച്ചേട്ടൻ, ഗോവൻ ചേട്ടൻ, അതേപോലെ കോഴിക്കോടുള്ള ജില്ലാ പ്രചാരകമായിട്ടുള്ള മധുചേട്ടൻ, തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ അവിടെ ഉള്ള ഒരു മുരളിച്ചേട്ടനുണ്ട്. അങ്ങനെ കുറേ ഈ സ്വയം സേവകരെ എനിക്കറിയാം. ഞാൻ ശാഖയിൽ ചെറിയ കാലങ്ങളിൽ പോരുന്നപ്പോൾ അറിയാവുന്ന കുറച്ച് അവരുടെ ഒരു രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം, സംസാരം എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പഠനങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ എനിക്കിഷ്ടപ്പെട്ട, ബാലൻ കഴിഞ്ഞിട്ട് മുരുകൻ, അതേപോലെ അയാൾ ജീവിച്ചിരിപ്പുണ്ട് സിനിമയിലെ മുരുകനും കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു, ഭയങ്കര സ്നേഹം തോന്നിയൊരു കഥാപാത്രം ഉപേന്ദ്രനാണ്. ഉപേന്ദ്രന് അമ്മയും ഒരനിയത്തിയും പിന്നെ ഒരു കാമുകിയുണ്ട്, സുരഭി ലക്ഷ്മിയാണ് എൻ്റെ കാമുകിയായിട്ട് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം എന്നുള്ള നിലയിൽ തന്നെ ആണ് പിന്നീടുള്ള സിനിമകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈടെ ഷൂട്ടിങ് കണ്ണൂർ ആ ഭാഗത്തൊക്കെ ആയിരുന്നു. ഷെയ്നുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായി. ഒരു ചേട്ടൻ എന്ന് പറയുന്നൊരു സ്നേഹം ഷെയ്ൻ ഇന്നും അന്നും തരുന്നു. അങ്ങനെ ആ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞു, അത് റിലീസായി. അത് കണ്ണൂരിൻ്റെ യഥാർത്ഥ മുഖം കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ പ്രവർത്തിച്ചിട്ടുള്ള പലരും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ അതിലുണ്ടായിരുന്നെങ്കിലും ആ സിനിമ ഒരു ഇടതുപക്ഷ സിനിമ അല്ലായിരുന്നു. വലതുപക്ഷമോ ഇടതുപക്ഷമോ അല്ലാതെ, അല്ലെങ്കിൽ മൂന്ന് പാർട്ടികൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ന്യായീകരിച്ച് പറയുന്ന ഒരു സിനിമയല്ലാതെ യഥാർത്ഥമായ കണ്ണൂരിൽ എന്താ നടക്കണം എന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് വേണ്ടത്ര കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും അത് കളിപ്പിക്കാനോ അത് കളിച്ചത് എന്ന് കാണാനോ ഒന്നും ആളുണ്ടായിരുന്നില്ല. അതിന് കൃത്യമായ സപ്പോർട്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മലയാളികളുടെ ഭാഗത്തുനിന്ന് ആ സിനിമയ്ക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയില്ല. അത് കണ്ട പലരും ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തു, നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്, അത് കാണേണ്ട സിനിമയാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും എന്താ പറയുക, ഈ കമ്മട്ടിപ്പാടം ബാലൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്ത അതേ ആക്ടർ അതിൻ്റെ ഒരു ഷെയ്ഡും ഇല്ലാതെ എന്നാൽ അതിലേക്കൊക്കെ വീണ് പോവാവുന്ന ഒരു കഥാപാത്രമാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു കഥാപാത്രം. അതിനെ കൃത്യമായി ആ ആക്ടർ കൈകാര്യം ചെയ്തു എന്ന നിലയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഈടെ സിനിമയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ വലിയ ബ്രേക്കുകളൊന്നും തരാതെ ഈടെ സിനിമയും പതുക്കെ മാറി. അതിനും ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഈ പറഞ്ഞ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ കണ്ടിട്ട് ഗംഭീര അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ ഫ്ലാറ്റിലേക്ക് മാറി. ഫ്ലാറ്റിൽ റോയൽ ഗാർഡനിൽ അവിടുത്തെ ജീവിതം അത്യാവശ്യം സന്തോഷകരമായി പോകുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്
അവിടെ നിന്നാണ് കുറച്ച് വ്യക്തികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. ഒരു പയ്യൻ മലപ്പുറത്ത് ഒരു കോളേജിൽ ഇനാഗ്രേഷന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സംസാരമൊക്കെ ഭയങ്കര ഫോണിൽ കൂടി തന്നെ ഭയങ്കര ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇൻറ്റിമസി ഉണ്ടാക്കുകയും അവനുമായിട്ടൊരു ബന്ധം സൃഷ്ടിക്കാം ഫോണിൽ കൂടി തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം, ഓക്കെയാണ്, വണ്ടിയില്ല എനിക്ക്, അപ്പോൾ ഒരു വണ്ടി അറിഞ്ഞ്. അപ്പോൾ പറഞ്ഞു ഞാൻ വണ്ടിക്ക് വരാം, ഞാനിവിടെ എറണാകുളത്ത് യൂബർ ഓടിക്കുകയാണ്, സിനിമ പ്രേമിയാണ്, സംവിധാനം പഠിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് കോയിൻ എന്ന് പറയുന്നൊരു സിനിമയുടെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞ ആൾ. അങ്ങനെ ആ പയ്യൻ വണ്ടിയും കൊണ്ട് വന്നു. കരിവാരുകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവൻ പഠിച്ചിട്ടുള്ളൊരു കോളേജാണ്. ആ കോളേജിലെ പരിപാടിക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കാര്യങ്ങൾ കുറേ സംസാരിക്കുന്നുണ്ട്. ആളിങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിക്കുന്നുണ്ട്. ആളുടെ പേര് ആഷിഖ് എന്നാണ്, ആഷിഖ് സൽമാൻ. അങ്ങനെ ആഷിഖ് എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് കയറി. ഇവൻ സിനിമ പ്രേമിയാണെന്നുള്ള കാര്യം മനസ്സിലായി. സംവിധാനം പഠിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ്. ആൾ ഭയങ്കര എനർജറ്റിക്കാണ്, ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരാളാണ്. ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു ചെറിയ വീട്, ഒരു മുസ്ലിം ഫാമിലി, ഒരു കൂട്ടു ഫാമിലി. അവൻ്റെ ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി, ഇഷ്ടം എന്താ പറയുക, ഒരു കണ്ണൊക്കെ നനഞ്ഞു. ദാരിദ്ര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമല്ല, അവർക്ക് അങ്ങനെ പരാതികളൊന്നുമുള്ള മനുഷ്യരല്ല. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് കൃഷിയും ആടും പശുവൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക, ഒരു ഇറക്കത്തിലേക്ക് ഇറങ്ങി ഒരു ചെറിയ ഓടിട്ട വീട്. ഇവൻ്റെ പെരുമാറ്റവും ഇവൻ്റെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഞാൻ പോരുന്നു എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. അവൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അവൻ പോരാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഈ ഫ്ലാറ്റിൽ അവനൊരു മുറി കൊടുത്തു. അവൻ വന്നതിന് ശേഷമാണ് പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി വർക്കുകൾ. അതേപോലെ കാര്യങ്ങളൊക്കെ അവൻ ഭയങ്കര ബോർഡൊക്കെ വെച്ചിട്ട് ഇന്ന പരിപാടികൾ, ഓഫീസ് പരിപാടികളൊക്കെ ആയിട്ട് കാറ് വാങ്ങാം എന്നുള്ളൊരു തീരുമാനമായി. അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്, ഒന്നും കൂടി ഓണായി വരുന്നുണ്ട്. തമിഴ് സിനിമയ്ക്കൊക്കെ ഭയങ്കര പൂജയായിരിക്കും. പൂജാരിയൊക്കെ വന്ന് കുറേ സ്വീറ്റ്സും പൂവും അതും ഇതൊക്കെ വെച്ച് പഴങ്ങളൊക്കെ വെച്ചിട്ട് വലിയ ഗണപതി ഹോമം അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ പൂജകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പൂജയ്ക്ക് രജനി സാറ് വരുന്നതും കാത്താണ് എല്ലാവരുടെയും നിപ്പ്. രജനി സാറ് വരുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഭാഷ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അദ്ദേഹം വരുമ്പോൾ അങ്ങനെയായിരിക്കും, മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള നമ്മളുടെ സങ്കല്പങ്ങളൊക്കെ അതാണ്. ആൾ വരുന്നു.